നമസ്കാരം. എൻ്റെ പേര് ഷാജഹാൻ. കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട സ്വദേശം. എൻ്റെ ജോബ് മുനിസിപ്പാലിറ്റി ജീവനക്കാരനാണ്. CLR ജീവനക്കാരാണ്. എനിക്കൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു 100ഓളം മുകളിലൊരു വെയിറ്റ് എൻ്റെ വയറ്റിലേക്ക് വീഴുകയും അതോട് എൻ്റെ പാങ്ക്രാസിന് ഗ്രന്ഥിക്ക് ചതവ് പറ്റുകയും ആ ചതവിന് ICUയിലും പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലും പിന്നെ ചാഴികാട് ഹോസ്പിറ്റലിലും എന്നെ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അതോടനുബന്ധിച്ച് ഭയങ്കരമായ പ്രശ്നങ്ങളും നീർക്കെട്ടും ഇതൊക്കെ പിന്നെ ന്യൂമോണിയ, ജീവൻ നിലനിൽക്കുമോ എന്ന് പോലും ഭയന്നൊരു സിറ്റുവേഷനിലേക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് വന്നു. വീട്ടിലുള്ള എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഒക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് ഞാൻ അവരെ സമാനിക്കുക, കുഴപ്പമില്ല, എനിക്ക് ചലിക്കാൻ പോലും അണക്കാൻ പോലും അണിയാൻ പോലും പറ്റിയില്ലെങ്കിൽ ഞാൻ അവരോട് കുഴപ്പമില്ല, എനിക്കറിയാം എനിക്ക് നീക്കാൻ പറ്റിയില്ല എന്നൊരു പൂർണ്ണമായ ബോധ്യം ഉണ്ട് എൻ്റെ മനസ്സിൽ പോലും ഞാൻ അവരെ സമാധാനിക്കാൻ വേണ്ടി സാരമില്ല മെഡിക്കൽ കോളേജിൽ നിന്നും തിരിച്ച് ചാഴികാട്ടിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് ഞാൻ പറയും. കാരണം ഞാനൊരു സാധാരണ സാമ്പത്തിക ശിശുക്കളുണ്ട്. അവിടെ പോയാൽ ട്രീറ്റ്മെന്റിന് പൈസ ആകും എന്ന് പേടി. പക്ഷെ എങ്കിലും എൻ്റെ വൈഫിന്റെ നിർബന്ധത്തിൽ ചാഴികാട് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആക്കി ICUയിലേക്ക് നേരിട്ട് ICUയിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ നിന്ന് ഒരു 10-20 ദിവസത്തോളം അവിടെ അഡ്മിറ്റായി അവിടെ കിടന്നു. ഇവിടെ വീട്ടിൽ ബെഡിൽ ഇവിടെ വന്ന് ഡിസ്ചാർജായി വന്നിട്ട് അതേപടി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ വീട്ടിൽ ഇവിടെ 1 മാസത്തോളം കിടന്നു. എന്നാലും എനിക്ക് ലിക്വിഡായ വെള്ളം മാത്രമേ ആ സമയത്തും എനിക്ക് ഇറക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു ഒരു ഫുഡ് കഴിക്കണമെങ്കിൽ 2 ടാബ്ലറ്റ് കഴിച്ചേ പറ്റുള്ളൂ. 2 ടാബ്ലറ്റ് ഒരു നേരത്തിന്, 3 നേരത്തെ ടാബ്ലറ്റിന് 6 ടാബ്ലറ്റ് കഴിക്കുന്നതിൻ്റെ കൂടെ രാവിലെയും വൈകിട്ടും വേറെ ആസിഡിറ്റി ഗ്യാസിന്റെ ഒരു ടാബ്ലറ്റ് നിർബന്ധമായും കഴിച്ചേ പറ്റുള്ളൂ. അങ്ങനെ 8 ടാബ്ലറ്റ് ഒരു ദിവസം എൻ്റെ വയറ്റിലേക്ക് നിരന്തരമായി കഴിച്ചുകൊണ്ടിരുന്നാലേ എനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇൻഡസ്വ എന്നൊരു പ്രൊഡക്റ്റ് എൻ്റെ സുഹൃത്ത് ഐപ്ലസ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് എനിക്ക് പരിചയപ്പെടുത്തി. ആ പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ തന്നെ ഏതാണ്ട് എൻ്റെ ദഹന പ്രക്രിയയ്ക്ക് വളരെ വ്യത്യാസവും മാറ്റം വന്നു. അത് ഉപയോഗിച്ച് 2ാമത്തെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പൂർണ്ണമായും ഞാൻ 2 ടാബ്ലറ്റ് ഒന്നാക്കി. 3ാമത്തെ ബോട്ടിൽ കഴിച്ചപ്പോഴത്തേക്കും 2 ടാബ്ലറ്റ് പൂർണ്ണമായിട്ടും ഞാൻ ഉപേക്ഷിക്കുകയും ഇപ്പോൾ ഞാൻ 7ഓളം ബോട്ടിൽ ഉപയോഗിച്ചു. എന്നാൽ എനിക്ക് അതിനോടനുബന്ധിച്ച് ഗൾഫിൽ 12 വർഷം നിന്നിട്ട് കിഡ്നി സ്റ്റോൺ ആയിട്ടാണ് ഇവിടെ വന്നത്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. കിഡ്നി സ്റ്റോൺ, യൂറിക് ആസിഡ്, കൊളസ്ട്രോൾ, അങ്ങനെ വിവിധ രോഗങ്ങളുണ്ടായിരുന്നു. BP, ഹൈ BP. ഞാനിവിടെ വീട്ടുകാരിപ്പം എന്നോട് പറയും ഇപ്പം BP ഇല്ലാത്ത സമാധാനമുണ്ട്. എൻ്റെ മക്കളും വൈഫൊക്കെ പറയും ഇപ്പം അല്ലെങ്കിൽ BP കൂടുമ്പോൾ ഞാൻ പെട്ടെന്ന് ചൂടാകും, ഹീറ്റ് ചെയ്തിട്ട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. കാരണം ഇതിൻ്റെയൊക്കെ ഗുണം ഐപ്ലസ് എന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ്. അതുകൊണ്ട് വളരെയേറെ ഞാൻ ഇതായി പറയുകയാണ്, ഈ പ്രൊഡക്റ്റിനെ ഞാൻ വളരെയേറെ നെഞ്ചോട് ചേർക്കുന്നു. കാരണം അത്രയും വിശ്വാസമായിട്ട് ഞാൻ കഴിച്ച് ഇപ്പോൾ 7ഓളം പ്രൊഡക്റ്റ് കഴിച്ചു. മസിൽ കയറ്റം, യൂറിക് ആസിഡ്, ഇതൊന്നും ഈ അസുഖമൊന്നും ഞാൻ ഇതിനു വേണ്ടി കഴിച്ചല്ലോ. അപ്പോൾ ഈ അസുഖത്തിന് വേണ്ടി കഴിച്ചല്ലോ. പക്ഷെ എൻ്റെ പാങ്ക്രാസിന്റെ പ്രശ്നത്തിന് വേണ്ടിയാണ് ഇത് കഴിച്ചതെങ്കിലും എനിക്ക് കിഡ്നി സ്റ്റോൺ മാറി, BP മാറി, കൊളസ്ട്രോൾ മാറി, യൂറിക് ആസിഡ് മാറി. എൻ്റെ മസിൽ കയറ്റം എന്ന് പറഞ്ഞത് ഭയങ്കരമായ പ്രശ്നത്തിലേക്ക് മസിൽ കയറി എനിക്ക് രാത്രി എണീക്കും കാലം നീട്ടാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. ഇപ്പം ഇത് കഴിച്ച പിന്നെ മസിൽ കയറ്റി വേറെ ഉണ്ടായിട്ടേ ഇല്ല. അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. ഈ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തിയ ഇൻഡസ്വ എന്ന കമ്പനിക്കും ഈ പ്രൊഡക്റ്റിനെ എത്തിച്ചു തന്ന എൻ്റെ സുഹൃത്തിനും ഞാൻ ദൈവത്തിന്റെ എൻ്റെ കുടുംബത്തിനും ഞാൻ നന്ദി അറിയുന്നു.